എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കുവാനായിട്ട് ബുക്ക് ഓഫ് ലോഡിലൂടെ പോകുന്നത് ഒരു അവഗണിക്കപ്പെടുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയറെ കുറിച്ചാണ്. ആരാണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിന്റെ അഭിമാന താരമായ സഞ്ജു സാംസണിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായും ചിന്തിക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്നും അവഗണനകൾ മാത്രമാണ്. അദ്ദേഹം ഈ പ്രാവശ്യം ഓസീസിന്റെ വൺ ഡേ ടീമിൽ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് സെലക്ഷൻ കമ്മിറ്റിയായ അജിത് അഗാർക്കർ അദ്ദേഹത്തെ ഒഴിവാക്കി എന്ന് കേൾക്കുവാനിടയായി. കാരണം 2020 മാത്രം അദ്ദേഹം തുടരുന്നു എന്നുള്ളതാണ് പ്രധാനമായ സത്യം. കാരണം 3 ഫോർമാറ്റിലും കളിക്കുവാൻ കഴിവുള്ള നല്ല ബാറ്റ്സ്മാനാണ് സഞ്ജു സാംസൺ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സഞ്ജുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത്രയും കഴിവും എബിലിറ്റിയുമുള്ള നല്ലൊരു പ്ലെയർ കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കളിക്കുന്ന കേരളത്തിൽ ഏറ്റവും നന്നായി, കേരള സംസ്ഥാനത്തിൽ ഏറ്റവും നന്നായി കളിക്കുന്ന ഒരു നല്ല കളിക്കാരൻ തന്നെയാണ്. കേരളത്തിലെ ലീഗ് മത്സരങ്ങളിലൊക്കെയും നല്ല പ്രകടനം കാഴ്ചവെച്ചു. അതിനുശേഷം സൗത്ത് ആഫ്രിക്കയുമായി നടന്ന 2020 ഓപ്പൺ ചെയ്യുവാനായിട്ട് അഭിഷേക് ശർമ്മയോടൊപ്പം ഓപ്പൺ ചെയ്യുകയും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുകയും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. നല്ല 100 ഒക്കെ എടുക്കാൻ സാധിച്ചു. അന്ന് അവർ ടീമിൽ ഇരിക്കാനുള്ള സാഹചര്യം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ചില കളികളിൽ കളിച്ചില്ല എന്നുള്ളതാണ്. അവരുടെ ഒരു കളിയിലും 2 കളിയിലും കളിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് അവർ പറയുന്ന ചില ആരോപണങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. എന്നാലും കേരളക്കാർ ശക്തിയായി ഇടപെടുന്നത് കൊണ്ട് തന്നെ സഞ്ജു ഇപ്പോഴും ടീമിലേക്ക് ചെറിയ രീതിയിലൊക്കെ കടന്നു വരുന്നെങ്കിലും അദ്ദേഹത്തിന് ബാറ്റിംഗ് പ്രൊമോഷൻ കൊടുക്കുവാനോ ഇന്ത്യൻ ടീം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിലൊന്ന് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. അതായത് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രധാനമായ ആവറേജുകൾ നമ്മൾ എടുക്കുമ്പോൾ വൺ ഡേ മാച്ചുകളിൽ അദ്ദേഹത്തിന്റെ ആവറേജ് എന്ന് പറയുന്നത് 56.66 ശരാശരിയും, അതുപോലെ തന്നെ 2020 26.13 ശരാശരിയുമുള്ള ഈ ബാറ്റ്സ്മാനെ എന്തുകൊണ്ട് ഇവർ അവഗണിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാകുന്നില്ല. 3 ഫോർമാറ്റുകളും കളിക്കാൻ സഞ്ജുവിന് കഴിയും. കാരണം അതിനുള്ള ബാറ്റിംഗ് കേൾപ്പ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ പല ഷോട്ടുകളും കാണുമ്പോൾ നമുക്കത് വ്യക്തമായ ഒരു സത്യം തന്നെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ തരുണത്തിൽ ഓർക്കേണ്ടത്. ലാസ്റ്റ് ഓസ്ട്രേലിയക്കെതിരായി ഈ നടക്കാൻ പോകുന്ന മത്സരത്തിൽ അദ്ദേഹത്തെ വൺ ഡേയിൽ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഓപ്പണിങ്ങിൽ ചാൻസ് ഇല്ല എന്നാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു എല്ലായിടത്തും നന്നായി ബാറ്റ് ചെയ്യുന്ന ആളാണ്. 5ാമത് ഇറക്കിയാലും 6ാമത് ഇറക്കിയാലും 4ാമത് ഇറക്കിയാലും 3ാമത് ഇറക്കിയാലും സഞ്ജു കളിക്കുന്ന ഒരു നല്ല ബാറ്റ്സ്മാൻ ആണ് എന്നുള്ളതാണ് സഞ്ജുവിനെ കുറിച്ച് പ്രധാനമായിട്ടും നമുക്ക് ഏഷ്യ കപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്ന് പറയുന്നത്. നന്നായി കളിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റുള്ള രാജ്യക്കാർ വരെ ട്രോളാൻ തുടങ്ങി, സഞ്ജു ഇത്രയും നന്നായി കളിക്കുന്നതിന് സഞ്ജുവിനെ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ള കാര്യം. അഗാർക്കറിന് പല ആരോപണങ്ങളാണ്. ഒന്നുകിൽ അദ്ദേഹം കേരളക്കാരനായതുകൊണ്ട് അവഗണിക്കപ്പെടുകയാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ തരുണത്തിൽ ഓർക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിനിടയിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ബുക്ക് ഓഫ് ലോഡിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ പറയുന്നു. ഓക്കെ.